ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മളോട് പറയുകയാണ്, എന്റെ നാമത്തെ പ്രതി നിങ്ങൾ അനേകം സഹനങ്ങൾ ഏൽക്കേണ്ടി വരും. എന്നിട്ട് പറയുകയാണ്, മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ എന്നിവർ പോലും നിങ്ങളെ ഒറ്റ കൊടുക്കുന്ന ഒരു സമയമൊക്കെ വരുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു 4 കൂട്ടരായിട്ട് നമ്മൾ കാണുന്ന ആളുകളാണിത്. 1 മാതാപിതാക്കള്, 2 സഹോദരങ്ങള്, 3 ബന്ധുമിത്രാദികള്, 4 നമ്മുടെ സ്നേഹിതര്. ഇവരെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരാണുള്ളത്? ഈശോ നമ്മളോട് പറയുകയാണ്, ഇന്നത്തെ വചനത്തിലൂടെ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരായി കരുതുന്ന ഈ മാതാപിതാക്കള്, ബന്ധുക്കള്, സഹോദരങ്ങള്, സുഹൃത്തുക്കള്, ഇവര് പോലും നിങ്ങളെ ഒറ്റ കൊടുക്കുന്ന ഒരു സമയമൊക്കെ വരുന്നു. എന്നിട്ട് പറയുകയാണ്, പക്ഷെ ഈ സഹനങ്ങളിലും ഇത്തരങ്ങളിലുള്ള സഹനങ്ങളിലും നിങ്ങളുടെ വിശ്വാസം കൈവിടാതെ നിങ്ങൾ പിടിച്ചു നിന്നാൽ നിങ്ങൾ നിത്യജീവനം നിങ്ങൾ നേടുമെന്ന് പറയുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ദൈവം മാത്രമേ ആശ്രയമുള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മൾ എത്തുന്ന സമയമാണത്. മാതാപിതാക്കളില്ല, സഹോദരങ്ങളില്ല, ബന്ധുമിത്രങ്ങളില്ല, സുഹൃത്തുക്കൾ പോലും എൻ്റെ കൂടെ ഇല്ല. അപ്പൊ എനിക്ക് ആകെയുള്ളത് ആരാണ്? ദൈവം മാത്രമാണ് തോന്നാം. ആ ഒരു ബോധ്യത്തിൽ ഊന്നി നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ ഈശോ പറയുകയാണ്, അവിടെ നിങ്ങൾ പിടിച്ചു നിന്ന് നിങ്ങളുടെ വിശ്വാസം കൈവിടാതെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ നിത്യജീവൻ അവകാശമാക്കും എന്ന് പറയുകയാണ്. ഇത് വചനം വായിച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിന്നിലുള്ള വിശ്വാസം കൈവിടാതെ ജീവിക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.